ഹലോ ചങ്ങായിമാരെ, രാജ്യത്ത് ഇപ്പോൾ നല്ല രീതിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് വെടിനിർത്തൽ കരാറൊക്കെ വെച്ചിട്ട് അത് ലംഘിച്ചു എന്നും പറയുന്നുണ്ട്. എന്നാലും അവിടെ സമാധാനം സ്ഥാപിച്ചപ്പെട്ടു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രാജ്യത്ത് പല പല അഭിപ്രായങ്ങൾ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് എല്ലാവരും ഒരുമിച്ച് യുദ്ധം ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ചില ആളുകൾക്ക് യുദ്ധം വേണ്ട, ഭയങ്കര സമാധാനത്തിന്റെ അന്തരീക്ഷമല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ വലിയ കമന്റുകളൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മുടെ അതിർത്തിയിൽ കയറി വന്നിട്ട് ഈ 26 പേരെയും ചുമ്മാ വെറുതെ ഒരു വിലയില്ലാതെ തട്ടിക്കളഞ്ഞതിന് നിങ്ങൾക്കൊന്നും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ലേ? അല്ല, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ തന്നെ ആരുടെ കാര്യങ്ങളും വന്നിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമാണ് വലുത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയോ? രാജ്യത്തെല്ലായിടത്തും ഒരുപോലെ, അത് പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷവും ഇല്ലാതെ ഒരുപോലെ നിന്നിട്ട് പ്രൈം മിനിസ്റ്റർ എന്ത് പറയുന്ന യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യാം, ഉറപ്പായിട്ടും ഞങ്ങളെല്ലാവരും സപ്പോർട്ടാണെന്ന് ഒരുപോലെ നിന്നിട്ട് കൂടെ നിന്ന് പറയുമ്പോൾ ചില മനുഷ്യർ മാത്രം ഇങ്ങനെ മാറി മാറിയിരിക്കുന്നു. വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. അന്ന് അവിടെ സ്ഥിതിയിൽ എന്താ സംഭവിച്ചത്? അന്ന് അവിടെ മെയിനായിട്ട് ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് ഈ പറയുന്ന പഹൽഗാം എന്ന് പറഞ്ഞ ഏരിയ. അപ്പോൾ നമ്മുടെ ഒരുപാട് ആളുകൾ അവിടെ ഇതുപോലെ വിനോദസഞ്ചാരത്തിന് വേണ്ടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അന്നും അതുപോലെ തന്നെ ചെന്ന ഒരു കൂട്ടം ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പോയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഇതുപോലെ ഈ തീവ്രവാദികൾ മരത്തിനടന്ന് ചാടി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവന്മാർ വന്നിട്ട് കലിമ ചൊല്ലണം ഇല്ലെങ്കിൽ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ. അപ്പൊ കലിമ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, സത്യമായിട്ട് എനിക്കറിയാൻ പാടില്ല എന്താ സംഭവം എന്നുള്ളത്. നമ്മൾ ഈ ഒരു പ്രശ്നം വന്നേ പിന്നെയാണ് ഇതൊക്കെ എന്താണ് ഏതാണെന്നുള്ള കലിമ എന്ന് പറയുന്നതൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയണത്. അപ്പൊ ഇത് ചൊല്ലിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം മുസ്ലിംസ് ആണ് എന്നുള്ളത് അവർക്ക് ഉറപ്പിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കാം അവരിങ്ങനെ ചെയ്തത്. പക്ഷെ നമുക്ക് നമ്മുടെ രാജ്യത്ത് മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ അല്ലെ ഹിന്ദു എന്നുള്ള അങ്ങനെ യാതൊരുവിധ വേർതിരിവൊന്നുമില്ല. നമ്മൾ നമ്മുടെ രാജ്യത്ത് ആരൊക്കെയുണ്ട് അവരെല്ലാവരും ഇന്ത്യൻസ് എന്നുള്ള രീതി തന്നെയാണ് ഇത്രയും നാളായിട്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. രാജ്യത്തിനകത്തുനിന്നുള്ള മുസ്ലിംസ് വരെ മെയിനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് പടച്ചവനെ കൂട്ടുപിടിക്കാൻ യാതൊരുവിധ അവകാശവും ഇല്ല ഈ ഒരു കാര്യത്തിൽ. കാരണം ഇത്രയും വലിയ ചെറ്റത്തരം നിങ്ങൾ കാണിച്ചു വെച്ചിട്ട് അതിന് എന്തിനാണ് നിങ്ങൾ പടച്ചോനെ കൂട്ടുപിടിക്കുന്നതിനാണ് എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. സംഭവം വാർത്തയിൽ കാണുമ്പോൾ അവിടെ കുറെ പേര് മരിച്ചു, അവിടെ യുദ്ധം ചെയ്യുന്നു, അതാണ് ഇതാണ് വെടിവെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ പറയുകയൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ സംഭവം എന്താണ്, പണ്ട് മുതലേ ഉള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് പോലും അറിയാതെ ഒരുപാട് പേര് ചുമ്മാ ഇരുന്നങ്ങ് അഭിപ്രായം പറയുന്നുണ്ട്. എന്താണ് മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ 1947 സ്വാതന്ത്ര്യ സമരം കഴിയുമ്പോൾ തന്നെ മുസ്ലിങ്ങൾക്ക് അതിന് മുമ്പേ തന്നെ മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു പാകിസ്ഥാൻ വേണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റാണ് അതുവരെ ഇവിടെ ഭരിച്ചിരുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതെല്ലാം അംഗീകരിച്ചിട്ടുകൊണ്ടാണ് 1947 നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുവദിച്ചതായിട്ട് എഗ്രിമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഇതുപോലൊരു വിഭജനം അതിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഒരു പാകിസ്ഥാൻ വേണം, അതുപോലെ തന്നെ ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലം ഇന്ത്യ എന്നും പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പ്രകാരം മുസ്ലിങ്ങൾക്ക് ഒരു പാകിസ്ഥാനും അതുപോലെ തന്നെ ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലം ഇന്ത്യ എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളത് എന്തായിരുന്നു? ജമ്മു കാശ്മീർ ആയിരുന്നു. ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം ഒരു നാട്ടുരാജ്യമായിരുന്നു. ഒരല്ല, പല തരത്തിലുള്ള പല നാട്ടുരാജ്യങ്ങൾ കൂടിയതായിരുന്നു ഒരു ജമ്മു കാശ്മീർ. ഇന്ന് നമ്മൾ കാണുന്ന ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ സ്ഥലം. ഈ ജമ്മു കാശ്മീർ എവിടെ ലയിക്കണം എന്നുള്ളതാണ് അന്നത്തെയും പ്രശ്നം, ഇന്നത്തെയും പ്രശ്നം. അതിനു വേണ്ടിയിട്ടാണ് ഈ കിടന്ന അടിയും പിടിയും എല്ലാം. അപ്പൊ ഞാനിത് പച്ച മലയാളത്തിൽ, ഇനിയും ഇത് അറിയാതിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ച മലയാളത്തിലേ ഞാൻ പറഞ്ഞിരുന്നത്, ഇനിയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് നിലവിൽ ജമ്മു കാശ്മീർ എവിടെ ലയിക്കണം എന്നുള്ളത് ഒരു വിഷയമായി കഴിഞ്ഞപ്പോൾ എല്ലാവരോടും കൂടെ ഒരു തീരുമാനം എടുത്തു. അവിടെ എന്തായാലും നാട്ടുരാജ്യങ്ങളാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ നാട്ടുരാജാക്കന്മാർ തീരുമാനിക്കട്ടെ, അവരുടെ പ്രജകളുടെ അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ ജനങ്ങൾക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തന്നെ അങ്ങ് തീരുമാനിക്കട്ടെ ഇവർ എവിടെ ചേരണം എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കട്ടെ. സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക നാട്ടുരാജ്യങ്ങളും ഇന്ത്യക്ക് ചേരണം എന്നായിരിക്കും ഇന്ത്യയുടെ ആഗ്രഹം. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ചേരണം എന്നായിരിക്കും പാകിസ്ഥാന്റെ ആവശ്യം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അന്നത്തെ സർദാർ വല്ലഭായ് പട്ടേൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം പോയിട്ട് അവിടെ ഒട്ടുമിക്ക നാട്ടുരാജ്യങ്ങളായിട്ടും സംസാരിച്ചു. അപ്പോൾ അവരെല്ലാവരും അങ്ങനെ സംസാരമായി കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കളൊക്കെ കൂടുതലുള്ള ഏരിയയൊക്കെ ആയി തന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് അങ്ങ് ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഒട്ടുമിക്ക നാട്ടുരാജ്യങ്ങളും ജോയിൻ ചെയ്തു. പക്ഷെ ഒരു നാട്ടുരാജ്യം മാത്രം മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ നിലവിലത്തെ അവർ പറഞ്ഞതിനനുസരിച്ച് ഇന്ത്യയിലും പാകിസ്ഥാനും തമ്മിലുള്ള തീരുമാനം അനുസരിച്ച് എന്താ,
ഒന്നല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയമേ ലയിക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്വതന്ത്രമായിട്ട് അങ്ങ് നിൽക്കാം എന്നങ്ങ് തീരുമാനിച്ചു. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് അവരുടെ രാജാക്കന്മാരുടെ പേരോ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിലവിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. ഇനിയും ഇതൊന്നും അറിയില്ല എന്ന് ആരുടെ മുമ്പിൽ പോയിട്ട് പറയരുത്. നമ്മൾ ഇന്ത്യൻസ് ആണ്, ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് സത്യസത്യമായ രീതിയിൽ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം കാലാകാലങ്ങളായിട്ട് നമുക്ക് മുമ്പിലുണ്ടായിരുന്ന ആളുകളും ഇനി വരാൻ പോകുന്ന തലമുറയും അനുഭവിക്കേണ്ടി വരും. അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്രയൊക്കെ അഗ്രിമെന്റ് വെച്ചാൽ ഇപ്പൊ 4 തവണ യുദ്ധങ്ങൾ നടന്നു, അതിക്ക് കൂടുതൽ പിന്നെ വേറെ ഭീകരാക്രമണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചു പോകുന്നതാണ്. അപ്പൊ ആ ഒരു നാട്ടുരാജ്യം മാത്രം സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ പാകിസ്ഥാൻ ഓൾറെഡി വെച്ച ഒരു തീരുമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്നുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ യുദ്ധം ചെയ്ത് അങ്ങ് പിടിച്ചെടുക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു. അപ്പൊ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുമെന്ന് തീരുമാനമായി കഴിഞ്ഞപ്പോൾ ഈ രാജാവിനൊരു ഭയമായി. ഇപ്പൊ കാരണം പാകിസ്ഥാനും ഒരു വലിയ കൺട്രിയാണ്, ഇന്ത്യയും അതിലും വലിയൊരു കൺട്രിയാണ്. അപ്പൊ ഓൾറെഡി ശക്തിയായിട്ട് നിൽക്കുന്ന ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നാട്ടുരാജ്യത്തിനേക്കാളും വലിയതായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. ഉറപ്പായിട്ടും പാകിസ്ഥാന് സിമ്പിളായിട്ട് ആ നാട്ടുരാജ്യം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പ് തന്നെയായിരുന്നു. അപ്പൊ ഈ രാജാവ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യക്കാർക്ക് ഇടയിൽ ചെന്നിട്ട് ഹെൽപ്പ് ചോദിച്ചു. അപ്പൊ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാർ വെച്ച ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ നിങ്ങൾ നമ്മളിലേക്ക് ലയിക്കണം, അതായത് ഇന്ത്യയിലേക്ക് നിങ്ങളുടെ നാട്ടുരാജ്യം ലയിക്കണം എന്നുള്ള തീരുമാനിച്ചു. അപ്പൊ രാജാവ് സ്വാഭാവികമായിട്ടും പറഞ്ഞു ശരി ലയിക്കാം എന്ന് തീരുമാനമെടുത്ത് അതിനുശേഷം അതും നമ്മുടെ ഒപ്പം തന്നെ ജയിച്ചു. അപ്പൊ പിന്നെ പാകിസ്ഥാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഓൾറെഡി ആ നാട്ടുരാജ്യം ലയിച്ചു. പിന്നെ നമ്മൾ യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിട്ട് വേണം യുദ്ധം ചെയ്യാനുള്ളത്. കാരണം അത് ഇന്ത്യയുടെ ഒരു പാർട്ടാണ്. ഇപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ യുദ്ധം നടക്കത്തില്ല. അപ്പൊ അങ്ങനെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അങ്ങനെ നിലവിൽ വന്നു. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ പിന്നെയും ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിൽ. അപ്പൊ ഞാനിവിടെ ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ആ ജമ്മു കാശ്മീർ അല്ല, അതിന്റെ അപ്പുറത്തേക്കും വേറെ സ്ഥലങ്ങളൊക്കെ അത് പാകിസ്ഥാനോട് ജയിച്ചു പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിലവിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇതുവരെ നടന്നു പോയ ഒരു തെണ്ടിത്തരം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കൂളിൽ കാണുന്ന ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന മാപ്പില്ലേ, ആ മാപ്പിൽ പ്രകാരമല്ല അവിടെ അതിർത്തിയിലെ കാര്യങ്ങൾ നടക്കുന്നത്. നിലവിൽ അത്ര സ്ഥലമൊന്നും നമുക്ക് അവിടെ ഇല്ല. അത് അന്യാധീനമായിട്ട് ഈ പാകിസ്ഥാനും അതിന് കുറച്ച് വേറെ തൊട്ടിപ്പുറത്ത് ചൈനകളായിട്ട് പങ്കിടുന്ന ഒരു അതിർത്തിയാണ്. അവിടെ കുറെ അന്യാധീനമായിട്ട് ചൈനകളും പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ വരച്ചതും അതുപോലെ തന്നെ നമ്മൾ കണ്ടതുമായ ജമ്മു കാശ്മീർ അല്ല, അതുപോലെയല്ല അവിടുത്തെ അതിർത്തിയിൽ ഇരിക്കുന്നത്. ഇതൊന്നും പലർക്കും അറിയാൻ പാടില്ലാതെയാണ് ചുമ്മാ ഇരുന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളും പാകിസ്ഥാന്റെ കയ്യിലാണ് അന്യാധീനമായി കയ്യിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഭാഗം ചൈനയുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരിടയ്ക്ക് ഇതുപോലെ നമ്മുടെ സ്ഥലം എടുത്തിട്ട് ഇഷ്ടദാനമായിട്ട് ചൈനയ്ക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇനി ഇത്രയും നാളും ഇപ്പൊ ഈ ഏകദേശം ഒരു നാല് യുദ്ധത്തിന് മേളിലായി തോന്നുന്നു. ഇത്രയും യുദ്ധങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ഒട്ടുമിക്കതും ലീഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്ട്രോങ് ആണ്, നമ്മുടെ രാജ്യം വളരെ സ്ട്രോങ് ആണ്. ഈ നെഹ്റുവിന് ഇതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പലപ്പോഴും ഇതുപോലെ യുദ്ധങ്ങൾ ഉണ്ടായിട്ട് ഈ പാകിസ്ഥാൻ പെടുത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അനധികൃതമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സ്ഥലം കയ്യേറിയതാണ്, നമ്മുടെ ഗവൺമെന്റിനെ കയ്യേറിയതാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്നിട്ടും തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്തൊക്കെ എത്ര സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ തന്നെയാണോ ഈ സംഭവം ചെയ്തിരിക്കുന്നത്, അത് വേറെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ആയിരിക്കില്ലേ എന്നുള്ളതൊക്കെയാണ്. ചെങ്ങായിമാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പാകിസ്ഥാൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് അവിടെ ഉള്ളത്. അതിന്റെയൊക്കെ തെളിവുകൾ നമ്മുടെ ഗവൺമെന്റ് ഓൾറെഡി അന്താരാഷ്ട്ര തലത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് നടത്തിയ അറ്റാക്കില് അവിടെ നമ്മൾ സാറ്റലൈറ്റ് ഒക്കെ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അറ്റാക്കിൽ കൊല്ലപ്പെട്ടത് ഒട്ടുമിക്ക ഭീകരന്മാരാണ്. എന്ന് പറയുമ്പോൾ ഭീകരന്മാർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റ് ആണ് എന്നാണ് അർത്ഥം. അപ്പൊ ഇത് അവർ തന്നെയാണോ ചെയ്തത് അല്ലെങ്കിൽ മറ്റൊരാളായിരിക്കില്ലേ ചെയ്തത് എന്നുള്ളൊക്കെ വാദങ്ങളൊക്കെ ഇതോടുകൂടി പൊളിയുകയാണ്. പിന്നെ ഏതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ കൂടിയും ഒരു നേരും നെറിയുണ്ട്. ഇപ്പൊ യുദ്ധത്തിനാണെന്നുണ്ടെങ്കിലും അതുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഭീകരന്മാര് മാത്രമാണ് അറ്റാക്ക് ചെയ്തത്.
അപ്പൊ പക്ഷെ അവർ ഇങ്ങോട്ടേക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെയാണ് അറ്റാക്ക് ചെയ്തത്. അപ്പൊ അവര് ഇതുപോലെ ഉള്ള നിറിയില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എത്രയാന്ന് വെച്ചിട്ടാണ് ക്ഷമിക്കുക. നാളിതുവരെ പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് പലതരത്തില് പല സമയത്ത് ഗവൺമെന്റുകൾ നമ്മുടെ ഗവൺമെന്റ് ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ കയറിയിരിക്കുന്ന പ്രൈം മിനിസ്റ്ററെ ഒക്കെ കയറിയിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഏർപ്പാട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേര് അടിച്ചുകൂട്ടി ഉണ്ടാക്കി കൊടുക്കും. അത് അപ്പൊ ആ ഒരു പ്രതീക്ഷയും വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പ്രാവശ്യം തെണ്ടിത്തരം കാണിച്ചു. എന്തായാലും നല്ല രീതിയിൽ അപ്പുറത്തൊക്കെ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം ഇവിടുന്ന് പോണ നദീജല കരാറൊക്കെ അങ്ങ് മരവിച്ച് വെച്ചുകൂടി അവിടെ വെള്ളമില്ലാണ്ടായി. അപ്പൊ വെള്ളത്തിന് വേണ്ടി അലമുറ കൂട്ടി ജാമൊക്കെ കൂടെ ഒരുമിച്ചങ്ങ് തുറന്നു കൊടുത്തു. ആ കൂട്ടത്തിൽ വെള്ളം പോയ കൂട്ടത്തിൽ കുറെ നഷ്ടങ്ങൾ അവിടെ ഉണ്ടായി. അതിനുശേഷം പിന്നെ വെടിവെപ്പായി. ഇപ്പൊ കുറെ നമ്മളിങ്ങനെ ആയുധങ്ങൾ പിന്നെ ഇങ്ങനെ വാങ്ങിച്ചങ്ങ് വെച്ചങ്ങ് കൂട്ടിയിരിക്കുക. നമ്മുടെ അയലത്ത് വരത്തില്ല ഈ പറഞ്ഞ രാജ്യം എന്ന് പറയുന്നത്. ഇപ്പൊ വെറുതെ ഇന്ത്യക്കാരുടെ ഇങ്ങനെ ശത്രുത വെച്ച് പുലർത്തി നാളെ ഇതുവരെ ജീവിച്ചു. പക്ഷെ അല്ലാതെ വേറൊരു വലിയൊരു സംഭവമൊന്നും ആ രാജ്യത്തൊന്നും ഒരു മണ്ണാങ്കട്ടയില്ല. വെറുതെ ഇടയ്ക്ക് ഇതുപോലെ നുഴഞ്ഞു കയറി അറ്റാക്ക് ചെയ്യാനേ അവർക്ക് അറിയത്തുള്ളൂ. എവിടെ ലോകത്തെ എല്ലായിടത്തും ഈ ഭീകരവാസങ്ങൾ ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് അതിനകത്തൊരു പങ്കുണ്ടാവും. അപ്പൊ ഇതുപോലെ ഒരു രാജ്യത്തിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ യുദ്ധം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് ഇതുപോലെ രണ്ടഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ആരും നിൽക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഇവർ നമ്മളോട് കാണിച്ച ചെറ്റത്തരങ്ങൾ, ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ പഠിച്ച ആ മാപ്പിലുള്ള ഈ ഏരിയ തന്നെയാണോ അവിടെ എന്നൊക്കെ ഒന്ന് ഗൂഗിളിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. പക്ഷെ എനിക്കിപ്പോഴും ഉള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി നല്ല സ്ട്രോങ് ആണ്. എന്തുകൊണ്ട് നമ്മുടെ ആ സ്ഥലം പഴയ സ്ഥലങ്ങളൊന്നും പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല? ചൈനയുടെ ഭാഗത്തുള്ളത് ചൈന കുറച്ച് സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങ് ഇപ്പൊ താൽക്കാലികമായിട്ട് വിട്ടു നിൽക്കാം. പക്ഷെ ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് നമ്മളെ പിടിച്ചെടുക്കുന്നില്ല? മെയിൻ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന് ചൈന സപ്പോർട്ടാണ് ഗൈസ്. ചങ്ങായിമാരെ നിങ്ങൾ മനസ്സിലാക്കണം, പാകിസ്ഥാന് ചൈന സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ തകർക്കാൻ വേണ്ടി എപ്പോഴും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഈ പാകിസ്ഥാൻ. പണ്ട് മുതലേ അത് അങ്ങനെ തന്നെയാണ്. അതിന് സപ്പോർട്ടായിട്ടാണ് ചൈന നിൽക്കുന്നത്. പക്ഷെ ഭൂമിശാസ്ത്രപരമായിട്ട് എല്ലാം നമുക്ക് അനുകൂലമാണ്. ഇപ്പൊ ഈ വെള്ളം ഒഴുകുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നദീജല കരാറ് വെച്ചിട്ട് അതങ്ങ് മറിച്ചുകൂടി അവരങ്ങ് വെള്ളമില്ലാതെ ആയി. അതുപോലെ തന്നെ ചൈനയ്ക്കും ഇതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ വെള്ളം ഇതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൈനയ്ക്കും ഒരു പണി കൊടുക്കാം. ചെറുപ്പം മുതലേ നമ്മൾ സ്കൂളുകളിൽ നിന്ന് എല്ലാവരും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. അത് എല്ലാവരും ഇന്ത്യക്കാരെല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇതേ സമയം ആ പാകിസ്ഥാൻ ചെന്ന് നോക്കിയാൽ ഡിസ്ട്രോയ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് ഓരോത്തിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവന്മാരൊക്കെ ടെററിസ്റ്റുകൾ ആവാണ്ടിരിക്കുന്നത്? പിന്നെ എല്ലാവരും ഇതുപോലെ ടെററിസ്റ്റുകൾ ആവുന്നില്ല. ചില ആളുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ നിന്ന് വിട്ട് ഇന്ത്യയിലേക്ക് പോരുന്നുണ്ട്. ഇപ്രാവശ്യം യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ കാര്യമുണ്ട്, പാകിസ്ഥാനുകളൊക്കെ ഇന്ത്യ വിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പാകിസ്ഥാനികളൊക്കെ ഇന്ത്യക്കാരെ വിവാഹം കഴിച്ച പാകിസ്ഥാനികളുണ്ടായിരുന്നു. പലരുടെയും ഇന്ത്യക്കാരുടെ തന്നെ അമ്മമാരായ പാകിസ്ഥാനികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കത് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ അതിനെതിരെ അപേക്ഷ എന്ന രീതിയിലൊക്കെ ചെറിയ അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെ ഒന്നും നമ്മളിപ്പോ സംസാരിച്ച് പോകുന്നില്ല. അപ്പൊ എന്റെ പൊന്നു ചങ്ങാതിമാരെ, ഇനി അഭിപ്രായം പറയുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വേണം. പിന്നെ ഞാൻ പറഞ്ഞ ഈ ജമ്മു കാശ്മീർ അങ്ങനത്തെ പാർട്ടീഷൻ ഇഷ്യൂ ഒക്കെ അവിടെ എത്ര സ്ഥലമുണ്ട് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും പലർക്കും നമ്മുടെ നാട്ടിൽ പലർക്കും ജസ്റ്റ് നമ്മൾ രാവിലെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് വെറുതെ കറങ്ങി പിടിഞ്ഞ് വന്നാൽ പോരാ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായിരിക്കണം. നമ്മുടെ വരും തലമുറയോടും ഇതിനെക്കുറിച്ച് ഓരോ ഐഡിയാസൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അവർ കാണിച്ചു വെച്ചിരിക്കുന്ന തെണ്ടിത്തരും കാര്യങ്ങളും എന്താണ് അവിടെ ചൈന കാണിച്ചു വെച്ചിരിക്കുന്നത്, അവിടെ എന്താണ് ഈ ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്നെല്ലാം സത്യമായ രീതിയിൽ എല്ലാവരും അംഗീകരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും.